അപ്പോൾ നമ്മൾ ഉള്ളത് പുലിയൂരാണ്. കൊടൈക്കനാൽ മറ്റേ ഫോണിലെ ചാർജ് കഴിഞ്ഞു വിളിക്കാൻ നോക്കും നമ്പറായില്ലായിരുന്നു. അപ്പോൾ മൂഞ്ചി നടക്കുക. ഇവിടുന്ന് 7-8 കിലോമീറ്റർ കണ്ടിട്ടുണ്ട്. വല്ല വണ്ടി കിട്ടിയാൽ ലിഫ്റ്റ് അടിച്ച് പോകാനാ പറ്റും. നല്ല സ്ഥലമാണ് ഇവിടെ, തണുപ്പുണ്ട്. കാണിച്ചു തരാം. ഒരാളും മനുഷ്യനും ഇല്ല. കൊടൈക്കനാലെന്നൊക്കെ വെറുതെ പറയുക അവർ. സംഭവം കാണാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഒരു വണ്ടിയില്ല, ഒരു കുണ്ടി, അങ്ങനെ പറയാൻ പാടില്ല, സോറി. വണ്ടിയില്ല, ഒരു ഒന്നുമില്ല. നടക്കന്നെ നടക്കുക, വേറെ ഒരു രക്ഷയില്ല മക്കളെ. പിന്നെ നടന്ന് രസമുള്ളവർക്ക് നടക്കാം, അങ്ങനെ പോവുക. നടക്കാൻ വയ്ക്കെങ്കിൽ നടക്കുക, അല്ലെങ്കിൽ ടാക്സിയൊക്കെ കിട്ടും, നല്ല റേറ്റാ. ഇപ്പം നമ്മുടെ ആവശ്യമായി പോയി, അതപ്പോൾ പോണത്. മണ്ടയ്ക്കൊക്കെ ഓരോ കുട്ടിലൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ പോകാൻ പറ്റുമോ അറിയില്ല. ഇവിടെ കുറച്ച് പോയിട്ട് നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ ഒരു കോട്ടേജ് ഉണ്ട്, അവിടെ എത്തിയല്ല വെള്ളം കുടിച്ചിട്ട് പോവാ. അല്ലെങ്കിൽ നടക്കില്ല. അന്ന് രാവിലെ തൊട്ടിട്ടൊന്നും കഴിച്ചിട്ടില്ല, അതൊരു ചായ കുടിച്ചത്. രാത്രി കയറിയതാ ഊട്ടിന്ന് ഇങ്ങോട്ട്. ഇപ്പോഴാണ് ഇങ്ങോട്ട് എത്തുന്നത്. സ്കൈയൊക്കെ സൂപ്പറാട്ടോ, വ്യൂവിനൊരു പഞ്ഞില്ലാത്ത സ്ഥലം. ഇല്ല കരടിയോ പുലിയോ വരുമോ എന്നാ പേടിയുള്ളൂ, വേറൊരു പേടിയില്ല. കാണാം, വീഡിയോ എടുക്കലും സംസാരവും രണ്ടും കൂടി നടക്കണില്ല, നടത്തും. ഓക്കെ ബൈ. മൂഞ്ചി കേസ് മൂഞ്ചി. 2 റോഡുണ്ട്, ഒരാളും മനുഷ്യനും ഇല്ല. ആരോടോ ചോദിക്കാത് ഇനിയിപ്പോൾ അങ്ങോട്ട് എങ്ങനെ പോവുക പുലിയൂർക്ക്. അയ്യ കുറച്ച് നേരം ഇവിടെ ഇരിക്കുക. അടാ എന്തോ സാധനം കൊടുത്തിട്ടുണ്ട്, ആരെങ്കിലും വരും അപ്പം പോവാ. അങ്ങനെ നമുക്ക് വഴി കിട്ടി. ഈ വഴിയാണ് കൊണ്ട് അവിടെ ഉള്ള ആൾ ബൈക്ക് എടുത്തിട്ട് പോയായിരുന്നു തന്നെ. അപ്പോൾ നമുക്ക് ഈ വഴി പോവാം. അവരിപ്പോൾ ബൈക്ക് എടുത്ത് ഇങ്ങോട്ട് റിട്ടേൺ വരും. വരുമ്പോൾ അതിൽ കയറിയിട്ട് പോവാ. അവിടെ കണ്ട കുറേ എന്തൊക്കെ കുന്തറാണ്ടൊക്കെ കിടക്കുന്നു. പുരാതന വസ്തുക്കളാണ്. ഇടയ്ക്ക് എപ്പോഴും വല്ല വണ്ടി വന്നാൽ വന്ന് അതൊക്കെ തന്നെ. ബാക്കി ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അവിടെ കുറേ ടീംസ് ഉണ്ട്. ഓക്കെ ശരി. മലകൾ, കുന്നുകൾ, പൂമരങ്ങൾ, ഭൂമിക്കു കിട്ടിയ സ്ത്രീധനങ്ങൾ. എന്നോടൊരു പാഷൻ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നടന്നാൽ മതി കേട്ടോ മക്കളെ. അല്ലെങ്കിൽ ഈ കുന്നും മലന്നും താണ്ടാ നിന്ന് അടപ്പൂരി തെറിക്കും. ഞാൻ തന്നെ ഇപ്പം ആകെ സീനായിട്ട് നിൽക്കുക. പിന്നെ നായക്കളുടെ ഫ്രണ്ടിൽ ഇനിയിപ്പോൾ അവറ്റ കടിക്കുമെന്ന് അറിയാത്തത്. അവറ്റ അങ്ങോട്ടങ്ങോട്ടാ പോകാമെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അവറ്റ അങ്ങോട്ടെ ഓടി അടി കിട്ടിയ കടി കൊള്ളു പാകുള്ളൂ. നല്ല മല. ഇതിന് ഇനി എത്ര ദൂരം പോകാണ്ട് വെച്ചിട്ടാ. ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ മുന്നേ വണ്ടി വന്നാൽ അതിൽ കയറി പോവും. ചിലപ്പോൾ എൻ്റെ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നടന്ന അവിടെ എത്തുമ്പോഴാവും അവർ അവിടുന്ന് വണ്ടി എടുക്കുന്നത്. അവിടെ ചെന്നാൽ ശവാവാനെ രക്ഷയുള്ളൂ. ഇനി അതിനുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എൻ്റെ ഈ നടത്തമെന്നൊക്കെ തോന്നുന്നു. ഓക്കെ നടക്കൂല ഗെയ്സ്. ആ നായ്ക്കളേ എവിടെ എത്തിയിട്ടോ, അവറ്റ് എന്തോട്ടം ഓടിയത്. ഞാൻ തന്നെ നടക്കണുള്ളൂ. കണ്ട അവറ്റങ്ങളെവിടെ എത്തി. ഇതിപ്പോൾ ഞങ്ങളുടെ സ്ഥലവും കാണാനില്ല. ഇവിടുന്ന് നോക്കിയാൽ അതേതൊരു കുന്നിൻ്റെ മറവിലായോണ്ട് തോന്നുന്നു. വേറെ കുറേ സ്ഥലമൊക്കെ കാണാണ്ട്. ഒരു നല്ല വെയിലും ഉണ്ട്. ഞാനാച്ച ഒരു 2-3 ഷർട്ട് ഇട്ടിട്ടുണ്ട്. ചുട്ടിട്ടാച്ച അതിലും മീതെ. കൊടൈക്കനാലിൽ എന്ന് പറയുന്നത് ഊട്ടിയിൽ നല്ല തണുപ്പായതുകൊണ്ട് അവിടുന്ന് എടുത്ത് ഇട്ടതാ ഒരു 2-3 ബനിയൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ഊരി ഇത് ബാഗിൽ കുത്തിത്തിരിക്കും വേണം. ഇവിടെ വന്നപ്പോൾ അച്ചപ്പോൾ അത് ചുട്ടിട്ട് തണുപ്പുണ്ട്. പക്ഷേ ഞാൻ ഈ നടന്നുകൊണ്ട് ശരീരം നല്ല ഹീറ്റായിരിക്കണം. അതപ്പോൾ ഉണ്ടായിക്കണം. മല കണ്ടങ്ങൾ കണ്ട വരുന്ന വഴിയൊക്കെ എന്ത് രസാച്ചിട്ടാ.
അങ്ങനെയൊക്കെ പോകണം ജീവിതത്തിൽ. എന്നിട്ട് ചത്താലും വേണ്ടില്ല. ഇപ്പോൾ ഈ നടന്നു പോകണതിൽ വലിയ ചത്താലും ഒരു കുഴപ്പമില്ല. കണ്ടാ കുന്നിൻ്റെ മട്ടേക്ക് കയറാൻ പറ്റാറില്ല. അവിടെ എന്തൊക്കെ ഇതൊക്കെ കാണാനുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് പോകാൻ പറ്റുന്നതാണ്. നമ്മൾ അധ്യേനാണ് നമ്മൾ വന്ന് ആ കാണുന്നിടത്ത് കൂടെ. അപ്പം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ആ സ്ഥലം നല്ല ഭംഗി. ഇനി നമ്മൾ അപ്പുറത്ത് പോയിട്ട് അവിടെ പോയിട്ട് ഇനി ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ വേറൊരു ഭംഗിയാവും. ഓക്കെ, മനസ്സിലായില്ലേ? എത്തട്ടെ എന്തായാലും. ഇനി കണ്ടോ കണ്ണോടത്ത് മരമല്ല കേട്ടോ, അപ്പോട്ടൊരു വഴിയുണ്ടോ, അവിടെ എത്തണം നമ്മൾ. അവിടെ എത്തിയിട്ട് പിന്നെയും പോകണം. പിന്നെ കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. ഇതിനൊക്കെ പിന്നെയും കുറച്ച് ടാറൊക്കെട്ട വഴിയാണ്. ഞാൻ ലീവ് ഇട്ടാലോ വിചാരിച്ച, പക്ഷേ ഈ നട്ട് ചേർത്ത് ലീവ് കാണാനുണ്ടാവില്ല. അതുകൊണ്ടോ പിന്നെ വീഡിയോ എടുക്കണം. ഓക്കെ, ഇനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാണ്ട് ഞാൻ പോയ ചാവും. ഇവിടെ ചെറിയ തണല് കാണാണ്ട്. വേണ്ട, ഒരു ചെറിയ തണലുണ്ട് ഇവിടെ. ഇവിടെ നമ്മുടെ ലഗേജ് ഇറക്കി വയ്ക്കുന്നു. ഇവിടെ കുത്തിയിരിക്കുന്നു. അല്ലാതെ ഇനി രക്ഷയില്ല. അപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. അവിടെ നിന്നൊരു കാറ് വരുന്ന കണ്ടോ നിങ്ങൾ? കാണാണ്ട്, നിങ്ങൾക്ക് കാണാണ്ടോ എന്നറിയില്ല. എവിടെ ഇത്? അതാ വരുന്നു. കണ്ടോ ഒരു കാറ് വരുന്നേ. അതിപ്പോൾ എന്നെ ഒന്ന് ഇടിക്കും നോക്കി പോണ്. കാണുമ്പോൾ എടുത്താ, പക്ഷെ അതാണ്ടോ ഇതിനങ്ങനെ തിരിഞ്ഞ് പോകണം. ആ വണ്ടി ഇപ്പോൾ 2 മിനിറ്റ് ആകുമ്പോഴേക്കും അത് പെടുത്തു നോക്കിക്കോളി. നമ്മുടെ ബൈക്കാച്ചാ കാണാനുമില്ല. തോന്നുണ്ടോ കണ്ണ് സുമോട്ട് ചെയ്യണം നല്ല പറ്റുക. കണ്ട സ്ഥലം കണ്ട അവിടെയും കഴിഞ്ഞ് പോകണം നമുക്ക്. ഇന്ന് കൂട്ടുള്ള വണ്ടിയാണോ അറിയില്ല. ആണെങ്കിലും അല്ലെങ്കിലും ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. എവിടെ വരെ എത്തുമെന്ന് തന്നെ അറിയില്ല. കാണാനില്ല ഇതേവരെ. ഓക്കെ, ഇതാ കിടക്കണു ബാഗ്. ഇനി സൂമോട്ട് ചെയ്യാൻ പറ്റില്ല. ബാഗ് ഇതാ, ഒറ്റ ബാഗ് ഇതാ. മല നോക്കി ഇരിക്കാനൊക്കെ നല്ല രസമാണ്. ഇവിടെ ഒരു 5 സെൻറ്റ് സ്ഥലം കിട്ടിയെങ്കിൽ ഇവിടെ തന്നെ നിൽക്കാറുന്നു. ആരെ വരുന്ന അറിയില്ല. പട്ടൂസേട്ടൻ്റെ കാറാണോ എന്നൊരു, പക്ഷെ മൂപ്പരാൻ്റെ കാറ് വൈറ്റാണ്. ആരുടെ വണ്ടി അറിയില്ല. ഞാനെന്തായാലും ക്ഷീണിച്ചു. അതുകൊണ്ട് ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പോവാം.